കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഈ ബ്രോഡാഡി എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് അഭിനയിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് ലാലേട്ടന്റെയും മീനയുടെയും മകനായി അഭിനയിക്കുന്ന പൃഥ്വിരാജാണ്. യഥാർത്ഥത്തിൽ ആ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു 25-26 വയസ്സുള്ള ഒരാൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ ആ ഒരു കഥാപാത്രം ഒരു സംവിധായകൻ എന്നതിലെ വേണമെങ്കിൽ മറ്റേതെങ്കിലും യുവതാരത്തെ വെച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം കുറച്ചും കൂടെ മനോഹരമാവുകയും കുറച്ചും കൂടെ അതിനെ ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു ഫീല് വരികയും ചെയ്തത്. പലരും ചോദിക്കുന്നു, അവന്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, തന്റെ അവസരങ്ങൾ തേടി മുംബൈയിൽ പോയിട്ട് അവിടെ നിന്ന് ഹിന്ദിയിൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെയ്ത കഥാപാത്രം മനോഹരമായിട്ട് ചെയ്തതിനപ്പുറത്തേക്ക് എല്ലാ സിനിമകളിലും ഒരേപോലുള്ള ഭാവാഭിനയം, സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല, കൃത്രിമത്വം നിറഞ്ഞ അഭിനയങ്ങളും നാടകം എന്ന് തോന്നിപ്പിക്കത്തക്ക സംഭാഷണ ഡെലിവറികളും ഒക്കെ തന്നെയാണ് പല കഥ. അതിൻ്റെ അകത്ത് അതാണ് അദ്ദേഹം നടൻ എന്ന രീതി ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ണെത്തുന്നിടത്ത് കൈയും, കൈയെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവത്തുന്നിടത്ത് രസം ഉണ്ടാവണം. അതാണ് അഭിനയം. ഈ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ട്. ഇനി അവന്റെ വരവാണ് സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ ഘട്ടാത്തൽ. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അതായത് അതിൻ്റെ വിഷ്വൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സീരിയലിനും ഷോർട്ട് ഫിലിമിനും ഒക്കെ താഴെ നിൽക്കുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണെങ്കിലും ചിരിച്ചു പോകും. ഒരു വകതിരിവില്ലാത്ത മലയാളി. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. ശരിക്കും പുള്ളിയുടെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ജാഫർ ഇടുക്കി പറഞ്ഞതുപോലെ ചട്ടമ്പികൾക്ക് കൂടി അപമാനമാണല്ലോ എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ എനിക്കും ശരിയാണെന്ന് തോന്നുന്നു. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. പൊന്നോ, ഒടുക്കത്ത അഭിനയം. നന്നായിട്ടുണ്ട്. ചാറിയ ഫൈറ്റ് എന്തൊക്കെയോ കാണിക്കും. നേരത്തെ പറഞ്ഞ ശ്രീത് പാലിയൊക്കെ ആയിട്ട് ഷെന്റെ പോലെ മനങ്ങളുടെ ഉത്സവം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.